ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആദില നൂറയുടെ വിഷയത്തിനെ തുടർന്ന്. അതിനകത്ത് കുറച്ച് കമന്റ്സ് വന്നിരുന്നു. അപ്പോൾ ആ കമന്റ്സിന് ഒരു മറുപടിയാണ്. വാസ്തവത്തിൽ ആരോ ഒരാൾ കമന്റ് ഇട്ടിരുന്നു, ഞാനെന്തോ കാണാതെയാണ് പറയണതെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇത് മെനക്കെട്ടിരുന്ന് കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, മെന്റലി നമ്മൾ നല്ല സിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന ബിഗ് ബോസ്. അതിന്റെ റീസൺ മറ്റൊന്നുമല്ല, ഒരു സീസണിലും ഇല്ലാത്ത തക്കവണ്ണമുള്ള അലസണ്ടയാണ് അതിനകത്തുള്ളത്. ഏത് നേരവും 24 hours നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എപ്പോഴും ഈ വഴക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരാളുടെ മെന്റൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ് വസ്തുത. അവരവിടെ എപ്പോഴും വഴക്ക് കൂടുന്നില്ല, പക്ഷെ വഴക്ക് കൂടുന്ന ആ അവസരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് അവർ തരുന്നത്. അത് നമുക്ക് ബാധിക്കപ്പെടുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു വഴക്ക് നടക്കുന്നു, 4 ഭാഗത്ത് മാറി ഇന്ന് 4 പേര് 4 വിധം സംസാരിക്കും. ഈ 4 വിധം സംസാരിക്കുന്നവർ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്കിത് റിലേ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും കാണാറുണ്ട്. ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ കാണാതെ ഒരു കാര്യവും നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്. നിങ്ങളിത് കണ്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഫോമിൽ ഞാൻ പറഞ്ഞില്ല എന്നതിന് കംപ്ലൈന്റ് ചെയ്താൽ എനിക്കൊന്നും ചെയ്യാനാകത്തില്ല. അതൊരു കാര്യം. രണ്ടാമത്, ആദില നൂറ വിഷയത്തിൽ ആദില നൂറയാണ് ആദിലയെ തിരുത്തിയത് എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ആദില അവിടെ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറയും. അത്രയും ഡേഞ്ചറസ് ആയ ഒരു ലേഡി വേറെ ഇല്ല. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. നിങ്ങൾ ഒരു പക്ഷെ അതിനകത്തേക്ക് കയറിയ ആദിലയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് കയറിയിട്ടുള്ള ആദിലയും പുറത്തുണ്ടായിരുന്ന ആദിലയും ഞാൻ പറയാം. കൂടെ പഠിച്ച പെൺകുട്ടിയാണ് ഈ നൂറ. ഫാമിലി ഇതാണ്, അവർ തമ്മിലുള്ള ബന്ധമാണ്, അങ്ങനെയാണ് അവരൊക്കെ പറഞ്ഞു തന്നെ നമുക്ക് അറിയുന്നത്. അപ്പോൾ ആ വീട്ടിൽ സമ്മതമല്ല. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തിക്ക് അവൾക്ക് ചുറ്റുമുള്ള ഒരു ബന്ധങ്ങളും വേണ്ട എന്ന് വെക്കുന്നതാണോ നിങ്ങളുടെ സ്നേഹം? പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രണയം അവർ അംഗീകരിക്കും, അവർ ചേർക്കും എന്നുള്ള ബോധം കൊണ്ടാണ് പല പ്രണയങ്ങളും സക്സസ് ആവുന്നത്. ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേരൻസ് വരും എന്നുള്ളതാണ്. ഇത് ഒരു കാരണവശാലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരിടത്ത് നിന്നാണ് ആ കുട്ടിയെ കൊണ്ടുവരുന്നത്. അതായത് അമ്മയും അച്ഛനും ഇനി തിരിച്ചു വരില്ല, ഈ കുട്ടിയുടെ അടുത്തേക്ക് വരാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ആദിലയുടെ പേരൻസിന് വേണേ എന്തായാലും അവളുടെ പേരൻസിനെ പറ്റി നന്നായി തന്നെയാണ് പറയുന്നത്. പല ഇന്റർവ്യൂകളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മിക്ക ഇന്റർവ്യൂകളിലും നൂറയുടെ ഫാമിലി അവൾ വളരെ ഡീഗ്രേഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് അവൾക്ക് ആ ഒരു വിഷയം സംസാരിക്കാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാതിരിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യാം. നൂറ നിശബ്ദയായിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നത് നൂറയുടെ ഫാമിലിക്കാണെന്നും അവർ ഭയങ്കര കുഴപ്പമാണെന്നും ഒരു ടോക്സിക് ആണെന്നും ഒക്കെ പറയുന്നുണ്ട്. അവയർനെസ് ഇല്ലായ്മ കൊണ്ടാണ് പലതും വിളിച്ചു പറഞ്ഞു പോകുന്നത്. പിന്നീട് നമുക്ക് തിരുത്താനാകത്തില്ല. നമ്മളൊക്കെ കണ്ടതാണ് ഇവര് ഈ ഫാമിലി ഇല്ല എന്നൊരു കാർഡ് അവിടെ ഇറക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഫാമിലി ഇല്ലാണ്ടായി എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കൂ. എന്തുകൊണ്ട് ഇല്ലാണ്ടായി? അപ്പൊ ആദില എന്ന വിഷം ആ പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആദിലയുടെ ആറ്റിറ്റ്യൂഡ്, അവളുടെ നടത്ത, അവളുടെ ഡ്രസ് കോഡ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ട്രാൻസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പെണ്ണാണ്, മാറിയ പെണ്ണാണ്. മറ്റേ കുട്ടി അങ്ങനെയല്ല. 100% അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ട്രാൻസായി മാറിക്കൊണ്ടിരിക്കുന്ന അവൾ ചൂസ് ചെയ്ത ആൾക്ക് അത് താല്പര്യമുണ്ടോ ഇല്ലെന്ന് നോക്കണ്ടേ? അവൾ ഇവളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇവൾക്ക് 3 സഹോദരങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കളിയാക്കിക്കൊണ്ട് പലയിടങ്ങളിൽ അവൾ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് മാതാപിതാക്കളെ പറയുന്നുണ്ട്. ഈ മാതാപിതാക്കൾ ഒരു കാരണവശാലും നൂറയുമായി ഇനി യോജിക്കാനേ പാടില്ല എന്ന ഒരു തീരുമാനം ആദിലയ്ക്കുണ്ട്. ഇനി നിങ്ങൾ പറയൂ, കൂടെ ഉള്ള പാർട്ട്ണർക്ക് ലൈഫ് ഉണ്ടാകാനേ പാടില്ല, ഞാനെന്ന സർക്കിളിൽ ചുറ്റണം എന്നുള്ള ഒരു കമ്പൽഷൻ എന്തുകൊണ്ട് ആദില അവിടെ മുന്നോട്ട് വയ്ക്കുന്നു? ചിലർ പറയുന്നത് ജനറലൈസ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്, ഇത് മെഡിക്കലി തെളിഞ്ഞതാണ്. ആയിക്കോട്ടെ, മെഡിക്കലി തെളിഞ്ഞെങ്കിൽ 2 വ്യക്തികൾക്കും ആ താല്പര്യം ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇത് ഓക്കെ. ഒന്നാമത്തെ കാര്യം, ഇതൊരു ജനറലായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു എനിക്കിപ്പോൾ പെൺകുട്ടികളോട് ഒരു ഫീലിംഗും തോന്നില്ല. എന്നോടൊരു പെണ്ണ് അങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിൽ ടച്ച് ചെയ്ത് അടിച്ച് പറ്റിച്ചു കൊടുക്കും ഞാൻ, തർക്കമേ വേണ്ട. എൻ്റെ അടുത്ത് ഒരു ലെസ്ബിയനാണ്, നീ അവളെ കല്യാണം കഴിക്കുന്നു എന്നെ സമ്മതിക്കുമോ? അതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി അതേ തോട്ട് പ്രോസസ് ഉള്ള ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയോ അവർ ചേർന്ന് നടക്കുന്നതിൽ പ്രശ്നമില്ല. ജനറലൈസ് ചെയ്യുന്നത് പ്രശ്നമാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ആദില ഇതിനകത്തേക്ക് വന്നു, ഷോയ്ക്ക് അകത്തേക്ക് വന്നതിന് ശേഷമുള്ളത്, അനുമോൾക്കൊപ്പം നടന്നുകൊണ്ട് അനുമോൾക്കിട്ട് കുത്തി, മസ്താനിയായിട്ടൊക്കെ ഒപ്പം നടന്നുകൊണ്ട് മസ്താനിക്ക് കുത്തി എന്ന് വേണ്ട, അവിടെ അവൾക്കൊപ്പം നടന്ന എല്ലാവർക്കിട്ടും പിന്നിൽ നിന്ന് കുത്തിയ മോളാണ്. ആ ഇതിനകത്ത് കടന്നാലുള്ള ഒരു പ്രശ്നം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് കടന്നാലുള്ള പ്രശ്നം, നമുക്കൊരു ശതമാനം വരെ നമ്മളെ ഫേക്കായി ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ റിയാലിറ്റി പുറത്തേക്ക് വരും. അല്ലെങ്കിൽ അത്രത്തോളം ക്രൂക്കഡ് ആയിരിക്കണം നമുക്കത് ഒളിച്ചു വെക്കാൻ സാധിക്കുക എന്നുള്ളത്. നടക്കൂല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പൊട്ടിപ്പോവും.
ഒന്നാമത്തെ കാര്യം അറ്റ്മോസ്ഫിയർ, പുറത്തൊന്നും കാണുന്നില്ല, മരം കാണുന്നില്ല, ഒന്നും കാണാൻ കഴിയാതെ ഇങ്ങനെ ഒരു ഇതിനകത്ത് കുറച്ചധികം മനുഷ്യരുമായിട്ട് നിങ്ങൾ 100 ദിവസം എന്ന് പറയുന്ന ടോക്സിക് തന്നെയാണത്. അപ്പൊ അത് വല്ലാണ്ട് എഫക്ട് ചെയ്യുന്ന മനുഷ്യരാണ്. ആദില ഷാനവാസിനെ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് നൂറയ്ക്ക് മനസ്സിലായില്ല. ആദില തനിച്ച് പ്ലേ ചെയ്തു അതിനകത്ത്, നൂറ അതിനകത്ത് ഇൻവോൾവഡ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് അവർ ജയിൽ നോമിനേഷന് വന്നപ്പോൾ നൂറ അപ്സെറ്റ് ആയിട്ട് നിങ്ങൾ എന്താ ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് പറയുന്നേ, നിങ്ങൾ അഭിഷേകിന്റെ കൂടെ ഞങ്ങൾ എന്തിനാ ചേർത്ത് പറയുന്നത്, ആ ഒരു സ്പീഡിൽ ഷാനവാസ് അഭിഷേകിനെ വെച്ച് പറയുന്നുണ്ട്. ഇനി ഈ ഒരു വിഷയം ഇത് കേൾപ്പിക്കാൻ ഒക്കത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് സ്ട്രൈക്ക് കിട്ടും എന്നുള്ളതുകൊണ്ടാണ്, ബിഗ് ബോസിൽ അനുവാദമില്ല, അതുകൊണ്ടാണ് നമ്മളത് കേൾപ്പിക്കാൻ ഭയപ്പെടുന്നത്. എന്നാലും ഒന്ന് ചെറുതായിട്ട് പറയാം. പുള്ളി വിചാരിക്കുന്നത് അറിയോ, റിയാസ് വന്നപ്പം തൊട്ട് പുള്ളീനെ അഗെയിൻസ്റ്റ് ആക്കി നമ്മൾ കാണുന്നത്, പുള്ളീനെ ബാക്ക് സ്റ്റാബ് ചെയ്തോട്ടെ. പക്ഷെ പുള്ളി എപ്പോഴെങ്കിലും സത്യം അറിയും, പുള്ളി എപ്പോഴെങ്കിലും സത്യം അറിയും. നമ്മൾ റിയാസ് വന്നപ്പോ തൊട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ടെന്ന് നൂറ ആദിലയോട് പറയുന്ന വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. അപ്പോ ആ പെൺകുട്ടി ഇത് അറിഞ്ഞിട്ടില്ല എന്നല്ലേ അർത്ഥം. ആ പെൺകുച്ചി, ഞാൻ ഈ പോർഷനാണ് കണ്ടത്, ഞാൻ കണ്ടപ്പോ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഇതാണ്, നൂറയാണ് വന്നിരുന്ന് പറയുന്നത്. അപ്പോഴും ആ കള്ളി ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുക. അയാൾ അറിയാതിരിക്കുക എനിക്കതൊരു ഇതല്ല ബേബി. ഞാൻ പറഞ്ഞില്ല, നെവിനായിരുന്നു എന്റെ കൺസേൺ. നെവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അതല്ല ബേബി, അയാൾ അറിയോ അറിയാതിരിക്കോ അതൊന്നും എന്റെ വിഷയമല്ല. നെവിൻ ആയിരുന്നു എന്റെ കൺസേൺ. അതെ, നെവിൻ അവിടെ ഒരു കാർഡ് ഇറക്കുന്നത് ആദില നൂറയ്ക്ക് പ്രശ്നം. അത് നൂറയ്ക്കല്ല പ്രശ്നം, ആദിലയ്ക്ക് മാത്രമാണ് പ്രശ്നം. കാരണം ട്രാൻസ് വിഭാഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെ അവരുടെ ഒരു ഇതായിട്ട് ഇവർ മാത്രമേ അവിടെ പാടുള്ളൂ എന്നുള്ളതാണ്. സക്സസ് ആകും അഫ്കോഴ്സ്. ഇങ്ങനെ ഒരു വശം അവർക്ക് ഓപ്പൺ അപ്പ് ആയില്ല എങ്കിൽ ആദില നൂറ എന്ന് പറയുന്നത് ഒരു പക്ഷേ ലെസ്ബിയൻ കപ്പിളിനെ പൊതുസമൂഹത്തിൽ അക്സെപ്റ്റൻസ് വാങ്ങിക്കൊടുക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായിരുന്നു. അവരത് നശിപ്പിച്ചു. പകരം വെറുപ്പിന്റെ അങ്ങ് മൂർധന്യ ഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചു ആദില എന്ന സ്ത്രീ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഞാൻ പറഞ്ഞ അവനോട്, എടാ ഞാൻ ഇവിടെ ഇരുത്തി അവനോട് ഇന്ന് പറഞ്ഞു എടാ നീ നിന്റെ സൈഡിൽ ഒരു നീ പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്താൽ ഞാൻ പറഞ്ഞ ചെറുക്കനോട് ഫസ്റ്റ് തൊട്ടേ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അവനാണെന്ന് അങ്ങനെ ഒന്നല്ല പറയുന്നത്, അവന് കുറെ നിലപാടുകളും പറയുന്നുണ്ട്. എനിക്ക് എന്നോട് എന്താ വിശ്വസിക്കേണ്ടതെന്നൊന്നും. പക്ഷെ ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അവനൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല. ഓനാ ബൗണ്ടറി സെറ്റ് ചെയ്യണം. എന്താ പറഞ്ഞത്, നമ്മളെന്താ യു കാൺ ഫോഴ്സ് പീപ്പിൾ എന്ന് പറയുന്നത് ആദിലയാണ്. ശരിയാണ്, യു കാൺ ഫോഴ്സ് പീപ്പിൾ. ഇതേ സാധനം ആദിലയോട് എന്റെ ചോദ്യമാണ്, ഹൗ ക്യാൻ യു ഫോഴ്സ് നൂറാസ് ഫാമിലി? അവരുടെ ഉമ്മായോ വാപ്പായോ നീ എങ്ങനെ ഫോഴ്സ് ചെയ്യുന്നു അവരുടെ മകളെ നഷ്ടപ്പെടാൻ? അവർക്ക് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ പറ്റാത്തൊരു സംഗതിയാണ്. നീ അവരെ കൺവിൻസ് ചെയ്ത് അവളെ കൊണ്ടുവരണമായിരുന്നു. അതിന് പകരം ആദില ചെയ്തത് വന്നിറങ്ങി ആരിഫ് ഹുസൈന്റെ കൂടെയാണ് ചേർന്നത്. ആരാണ് ആരിഫ് ഹുസൈൻ? സംഘിവാദം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ, അതായത് ഇസ്ലാമിയർക്ക് എഗൻസ്റ്റ് ആയിട്ട് വളരെ തീവ്രവാദപരമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ഒരു വൃത്തികെട്ട ജന്തുവാണ്. അവന്റെ ഒപ്പം നിന്നുകൊണ്ടാണ് ആദില നൂറയ്ക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നത്. അവിടെയാണ് ബാക്കിയുള്ളവർ മാറിക്കൊടുത്തത്. എന്തൊച്ചാ ആയിക്കോട്ടെ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഒന്നും കൂടെ വിശദീകരിക്കാം. ഇസ്ലാമിയർ മൗനമായി. കാരണം ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് അവർ പോകുന്നത്. അതിനകത്ത് അങ്ങനെ ഇല്ല എന്ന് പറയരുത്. അവിടെ ഒരുപാട് പേരുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ലാതെ അത് മുൻപോട്ട് കൊണ്ടും പോകുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്, അവർക്ക് മാറി വരുന്ന സാഹചര്യം മനസ്സിലാകുന്നുമുണ്ട്. പക്ഷെ ഇത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നും അവർ മനസ്സിലാക്കാൻ തയ്യാറാകാതെ പോയതിന്റെ റീസൺ ഇതിനകത്തുള്ള ആ വൃത്തികേടാണ്. എത്ര ക്രൂക്കഡാണെങ്കിൽ നൂറയെ കിട്ടാൻ വേണ്ടി അവൾ ആരിഫുമായി ചേർന്നൊരു കേസ് തയ്യാറാക്കും. സപ്പോർട്ടിന് അവൾ പോയി ചാടിയത് ആരുടെ അടുത്തേക്കാണ്? ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അടുത്തേക്കോ, ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ അടുത്തേക്കോ ഒന്നുമല്ല അവൾ പോയത്. അവൾ പോയി ചേർന്നത് അവരുടെ അടുത്തേക്കാണ്. അവിടുന്നാണ് അവൾ ഇതിലേക്ക് എത്തുന്നത്. എത്രമാത്രം അവൾ കറങ്ങി നോക്കൂ ആ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. അവൾക്ക് അവളുടെ അതേ ചിന്താശേഷിയുള്ള ഒരുത്തി കണ്ടുപിടിച്ചാൽ പോരെ. അതാകുമ്പോൾ വേറെ പ്രശ്നമില്ലല്ലോ, തമ്മിൽ തർക്കമൊന്നും വരത്തില്ല. ഇതെന്താ സംഭവിക്കാന്നറിയാമോ? കാലപ്പോക്കില് നൂറയ്ക്ക് തിരിച്ചറിവുണ്ടാവും. നൂറ മനസ്സിലാക്കും ഈ ആദില എന്ന് പറയുന്നത് ഒരു വിഷമാണെന്ന് അവൾ മനസ്സിലാക്കും. ഒരുപാട് വൈകി പോകും, ഒത്തിരി ഒറ്റപ്പെട്ടു പോകും. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ ആ പെങ്കുച്ചു പോകും. അത് അങ്ങനെ പാടുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും എൻ്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമല്ലോ. അപ്പൊ അതിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, പറയാനും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അതാണ് സംഭവിക്കാൻ പോവുക. കുറച്ചുകൂടെ ഉണ്ട്, കേൾക്കാം. ഉദ്ദേശിച്ചുള്ള ആൾക്കാർക്ക് മനസ്സിലാവണം. ഇതൊക്കെ ഉണ്ടാവും. മേ ബി ദിസ് ഈസ് പാർട്ട് ഓഫ് ദി ഗെയിം, പാർട്ട് ഓഫ് ദി ഷോ, പാർട്ട് ഓഫ് ദി ലൈഫ്. ഇവിടെ കിടക്കുമാൻ ഇവിടെ കിടക്ക്. അന്ന് ഞാൻ ബേബിനോട് പറഞ്ഞല്ലേ, നമ്മൾ ചില ആൾക്കാർക്ക് ഇവിടെ റെസ്പെക്ട് കൊടുക്കണമെന്നുള്ളത്. ആ ആൾക്കാർ തന്നെ നമ്മളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഐ ഫീൽ സോ ബാഡ്. സത്യം പറയാലോ, ബേബി കരഞ്ഞ ഞാനും ഇല്ലാണ്ടാവൂട്ടാ.
അയാളൊക്കെ എങ്ങനെ എടുത്തു നമുക്കറിയാം. അയാളെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ വേണ്ടിയല്ല കൺസെന്റ് ചോദിച്ചിട്ടാണ് പറഞ്ഞത്. ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെയും പേഴ്സണൽ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് ഒരാളെയും തൊടാൻ പാടില്ല. അയാൾ ഇത് എങ്ങനെ എടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അയാളുടെ അടുത്ത് നമ്മൾ കൺസെന്റ് ചോദിച്ചിട്ടല്ലേ ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെ അയാൾ പറയും നമ്മൾ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നാണ് നൂറ ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നൂറയെ കൺവിൻസ് ചെയ്യാൻ ആദിലയ്ക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. മണ്ടൻ ഷാനവാസ് ആദിലയുടെ ആ ട്രാപ്പിൽ വീണ്ടും പോയി പെട്ടു എന്നാണ് എൻ്റെ വീഡിയോ. ഇപ്പൊ ഏതാണ്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആദില ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. ആദില വെറും ക്രൂക്കിഡാണ്. അങ്ങനെ ചെയ്ത ആദില ഷാനവാസിനെ ചതിക്കുക മാത്രമല്ല ഷാനവാസിനെ ഇട്ടുകൊടുത്തു. ഷാനവാസാണ് ഈ വിഷയം പബ്ലിക്കിലാക്കിയതെന്നും അതിൽ കൂടെ നവീന് അയാളുടെ ഫാമിലിയെ നഷ്ടപ്പെട്ടു, അയാൾക്ക് പൊതുസമൂഹത്തിൽ അക്സെപ്റ്റൻസ് പോയി എന്നുള്ള കുറേയധികം സംഗതികളാണ് പുറത്തോട്ട് വന്നത്. ആക്ച്വലി അത് അങ്ങനെയാണ്. നവീൻ ഒരു ട്രാൻസ് ആണെങ്കിൽ അത് വലിയ കൺസേൺ ചെയ്യത്തില്ല. പക്ഷെ അയാൾ ട്രാൻസായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്ത്രൈണതയുള്ള ഒരു പുരുഷനായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അയാൾ പോലും അവോയ്ഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ സംഗതി എന്നുള്ളത് ചുരുക്കം. അയാൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഈ കമ്മ്യൂണിറ്റിയെ അത്ര താല്പര്യമില്ല എന്നത് ചുരുക്കം. ആ പറഞ്ഞ വ്യക്തിയുടെ ലൈഫ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഷാനവാസ് ഇങ്ങനെ ഒരു അലിഗേഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അത് ഒനിലിനെതിരെ വെച്ചത്, ആര്യനെതിരെ വെച്ചത് ഒക്കെ പോലെയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ആദില ചെയ്യുന്നത്. അതിൽ കൂടെ അവൾക്ക് 2 പേരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഷാനവാസിലേക്ക് ഒരുപാട് എടുക്കുന്ന നൂറയെ അവൾക്ക് മാറ്റി കൊണ്ടുവരണം. അതിനോടൊപ്പം ഷാനവാസിനെ അവിടെ നിന്ന് എടുത്ത് പുറത്താക്കണം. ഷാനവാസിനെ ഒരു ക്രൂരനായിട്ട്, ഒരു വൃത്തികെട്ടവനായിട്ട് ചിത്രീകരിക്കണം. ആകെ മൊത്തത്തിൽ ഇതിലും അതിലും ഒക്കെ ആദില കണ്ടത് മുഴുക്ക അവളുടെ ഗെയിനാണ്. പൊളിഞ്ഞ് പാളീസായി നശിച്ചു കയ്യിലങ്ങ് കിട്ടി എന്നുള്ളതാണ്. ഷാനവാസിന്റെ ഒപ്പം നിന്ന അനീഷ് അത് കൃത്യമായി പറഞ്ഞു. ബെന്നി 24 മണിക്കൂറിന് കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന അവൾ അവസരത്തിനൊത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കൊണ്ട് ആദില എക്സ്പോസ്ഡ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, കാണാതെ ചെയ്യാനാകത്തില്ല. കാണുക മാത്രമല്ല നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനസ്സിലാക്കും. ചില സമയങ്ങളിൽ ഒന്ന് പാളിപ്പോകാറുണ്ട്. ആ സമയത്ത് രേവതിയുടെയോ സമ്മർ മീഡിയയുടെയോ ഒക്കെ പോയി നോക്കാറുണ്ട് എന്ത് സംഭവിച്ചു എന്ന ക്യൂരിയോസിറ്റി. അതിനപ്പുറം അവർ പറഞ്ഞത് വെച്ച് എനിക്ക് ഇതുവരെ വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. അതിന്റെ റീസൺ മറ്റൊന്നല്ല, അവരുടെ ആംഗിളിൽ എനിക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവർ 2 പേരെയാണ് ഞാൻ കൂടുതൽ വീക്ഷിക്കുന്നത്. ഈ 2 പേരുടെയും ഒരു ചില നേരത്തുള്ള ഒരു എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാവത്തില്ല. സമ്മർ മീഡിയ പുരോഗമനവാദത്തിന്റെ അങ്ങേ ലെവലാണ്. ചില സമയത്തൊക്കെ ഒന്ന് മാറി ചിന്തിക്കുമെങ്കിലും പുള്ളി അങ്ങേ ലെവലിൽ പറയുന്നതാണ്. രേവതി പിന്നെ ഒന്നും പറയണ്ട, കലപില അത് ബിഗ് ബോസിന് വേണ്ടി ജീവിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പൊ അത് അങ്ങ് വിട്ടേക്കുക, അത്രയേ ഉള്ളൂ. സ്റ്റെപ്പ് ബാക്ക്, അത്രയേ ഉള്ളൂ. ഞാൻ അതെടുത്തല്ല പറയുന്നത്. എൻ്റെതായ രീതി ഞാൻ നോക്കും, കണ്ട ശേഷം ഞാൻ അനലൈസ് ചെയ്യും. പേരുകൾ എനിക്ക് മാറിപ്പോകാറുണ്ട്, ചിലയിടങ്ങളിൽ എൻ്റെ മനസ്സിലാക്കലുകൾ തെറ്റാകാറുണ്ട്. അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിലയിരുത്തുകയും മാറ്റുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇതില് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, നൂറയ്ക്ക് വേണ്ടിയിട്ടാണ് ആദില ഷാനവാസുമായി കോംപ്രമൈസ്. അനു അതിനകത്ത് പ്ലേ ചെയ്തിട്ടില്ല. അനു ആണ് ഇവരെ കോംപ്രമൈസ്. അനു ചിലപ്പോൾ പറയുമായിരിക്കും തമ്മിൽ തല്ലരുത്, പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഇത് ആദിലയുടെ മാത്രം മനസ്സിലുള്ള ആ വൾഗാരിറ്റിയാണ് പുറത്തേക്ക് വരുന്നത്. ആദില നന്നായി കളിക്കുന്നുണ്ട്. നൂറയെ അവൾ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. കാരണം നൂറയെ അവക്ക് വേണം. അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. അത്രയും വൾഗറായി ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച സ്ത്രീയാണ് ആദില. തനിച്ച് ജീവിക്കാൻ അവളെ കൊണ്ടൊക്കത്തില്ലേ? അവൾക്ക് ഈ ഒരു സാധനം കൊണ്ട് പോകണം, മറ്റൊരു പെൺകുട്ടിയുടെ ലൈഫ് നഷ്ടപ്പെടുത്തണം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ ഞാനും ഒരു അമ്മയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്. അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ കുട്ടികളെ കൊന്നുകളയണമെന്നോ പിച്ചണമെന്നോ മാന്തണമെന്നോ അല്ല പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നവളാണ് ഞാൻ, തെറ്റെന്നല്ല പറഞ്ഞത്. എൻ്റെ ഭാഗം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. താങ്ക് യു.